ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് പച്ചമുളക് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 മുതൽ 6 എണ്ണം എടുത്താൽ മതിയാവും. ഇതിപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നീളത്തിലെടുക്കണ്ട. അപ്പോൾ ഇത് രണ്ടായിട്ട് നമുക്ക് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ട് മുറിക്കാതെ ഇതുപോലെ ഒന്ന് കീറി കൊടുത്താൽ മതി. ഇപ്പോൾ തീരെ ചെറിയ മുളകൊക്കെ ആണെങ്കിൽ ഒന്ന് കീറി കൊടുത്താൽ മാത്രം മതി. അത് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലുത് മാത്രം നമുക്ക് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് എണ്ണ കുറച്ച് അധികം തന്നെ ചേർക്കണം, എന്നാലേ നന്നാവുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർക്കാം. ഇനി തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർക്കാം. ഈ മുളക് ചേർക്കുമ്പോൾ കുറച്ച് ദൂരെ നിൽക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നിൽക്കരുത്. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണം മുളക് ചേർക്കാനായിട്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ മുളക് ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായി. മുളക് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ള മുളകാണ് എടുക്കുന്നതെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി, അതായത് എരിവ് കുറവുള്ള മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഏകദേശം 1 കപ്പ് വെള്ളമുണ്ട്, അതും കൂടി നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നല്ല വെള്ളം പോലെ ഉണ്ട്, പക്ഷേ ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ കുറുകി വരും. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ മുളക് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിത് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പുളിവെള്ളത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി, അതുപോലെ മുളകൊക്കെ കണ്ടില്ല ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് ഇതേ രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ കറി ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ശർക്കര നമ്മൾ ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റാണിത്. ശരിക്കും എരിവും പുളിയും അതുപോലെ മധുരമൊക്കെ ചേർന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. ഇനി ഈ കറി വീണ്ടും നമുക്ക് ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും കറി നന്നായിട്ട് തന്നെ കുറുകി കിട്ടും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചാറ് കണ്ടില്ല, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്താൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിത് ഓഫാക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. മുളകൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ മുളക് കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. പറഞ്ഞ പോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തി, ഇഡ്ഡലി, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ കറിയാണ്. പിന്നെ മാത്രമല്ല നമ്മളിത് ഒരു 2 ദിവസം വരെ പുറത്തൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓയിലൊക്കെ കുറച്ചധികം ചേർക്കാൻ പറയുന്നത്. മാത്രമല്ല നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ 2 ദിവസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ കഴിക്കാം. ഫ്രിഡ്ജിലൊക്കെ ആകുമ്പോൾ ഒരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, സവാള, തക്കാളി അതൊന്നും വേണ്ട. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണിത്. നല്ലതുപോലെ കുറുകി കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചാറുള്ളത്. അപ്പോൾ ഇതുപോലെ അത് തണുത്തതിന് ശേഷം ചാറ് കുറുകി കിട്ടും. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്